കറക്റ്റഡ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യൽ സിസ്റ്റം, അതിൽ നീതി നിഷേധിക്കപ്പെട്ട കുറേ സാധാരണ ജനങ്ങൾ, അവരെ രക്ഷിക്കാനും അതുപോലെ സിസ്റ്റം കറക്റ്റ് ആക്കാനും വരുന്ന നായകൻ, ഒരു ടിപ്പിക്കൽ ടെംപ്ലേറ്റ് രക്ഷകൻ മൂവി. പക്ഷേ ഈ തവണ നമ്മുടെ രക്ഷകൻ ഒരു പ്രത്യേകതയുണ്ട്. ഒരു സാധാരണ മനുഷ്യനല്ല, പകരം സാക്ഷാൽ ദൈവം തന്നെയാണ്. അതാണ് RJ ബാലാജി ഡയറക്ഷനിൽ വന്നിട്ടുള്ള കറുപ്പ് എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ തമിഴ് സിനിമ. സൂര്യ, തൃഷ, RJ ബാലാജി എന്നിവരൊക്കെയാണ് ഈ ഒരു സിനിമയിൽ ലീഡ് റോളിൽ വന്നിട്ടുള്ളത്. സോ ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നോർമൽ ഡീസൻറ്റ് ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. അത്യാവശ്യം മാസമായിട്ടുള്ള ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നോർമൽ ഫസ്റ്റ് ഹാഫ് ആയിരുന്നു സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. പിന്നെ സിനിമയുടെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഹാഫിൻ്റെ അത്രയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. വളരെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു സെക്കൻഡ് ഹാഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാലും നമുക്ക് തിയേറ്ററിലൊക്കെ കാണുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു മാസ് കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ മൂവി തന്നെയാണിത്. ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ സൂര്യ തന്നെയാണ്. സൂര്യയുടെ എനർജിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റൈലും സ്ക്രീൻ പ്രസൻസും എല്ലാം നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് പടത്തിൽ. പിന്നെ ഈ ഒരു സിനിമയിൽ എടുത്തു പറയേണ്ട ഇന്ദ്രൻസിന്റെ റോളാണ്. സിനിമയ്ക്കകത്ത് നമുക്ക് കുറച്ചെങ്കിലും ഒരു ഇമോഷണൽ കണക്ട് തോന്നുന്ന ഒരു ക്യാരക്ടർ ആ ഒരു ക്യാരക്ടറാണ്. അതിനുശേഷം ഈ സിനിമയുടെ എടുത്തു പറയാനുള്ളത് ഇതിന്റെ ഒരു ടെക്നിക്കൽ ക്വാളിറ്റിയെ കുറിച്ചാണ്. എസ്പെഷ്യലി ഇതിന്റെ ഒരു ക്യാമറ വർക്ക്. GK വിഷ്ണുവാണ് ഇതിന്റെ ഒരു ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത്. ഗംഭീര വർക്കായിരുന്നു. നല്ല തിയേറ്ററിൽ നമുക്ക് ആ ഒരു വിഷ്വൽസ് കാണുമ്പോൾ നന്നായിട്ട് പണിയെടുത്തേക്കുന്നത് മനസ്സിലാവും. പിന്നെ ഈ ഒരു സിനിമയിലെ മൊത്തത്തിൽ ഷോൾഡർ ചെയ്ത് നിർത്തുന്നത് സായി അഭ്യങ്കറിന്റെ മ്യൂസിക്കാണ്. കിഡിലനായിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി പാട്ടൊക്കെ ഔട്ടായിരുന്നു, അതെല്ലാം നല്ല ഹിറ്റായിരുന്നു. സോ അതെല്ലാം തിയേറ്ററിൽ കാണാൻ നല്ല ഗംഭീര ഒരു വർക്കായിരുന്നു. സിനിമയ്ക്കകത്ത് എനിക്ക് തോന്നിയൊരു ഡ്രോബാക്ക് എന്ന് പറയുവാണെങ്കിൽ RJ ബാലാജി ചെയ്തിട്ടുള്ള വില്ലൻ ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടർ ഒട്ടും അതിലെ ഹീറോയ്ക്ക് ഒരു ചാലഞ്ച് ഒന്നുമില്ല. ഹീറോ ഗോഡാകുമ്പോൾ ഗോഡിനെ ഓപ്പോസിറ്റ് വരുന്ന സാധാരണ ഒരു മനുഷ്യരാണ്. അപ്പം ഒരു ചാലഞ്ച് അവിടെ ഒന്നും ഇല്ല. സോ അതുകൊണ്ട് തന്നെ ആ ഒരു വില്ലൻ ക്യാരക്ടർ ഭയങ്കര വീക്കായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കറുപ്പ് എന്ന് പറഞ്ഞ മൂവി സൂര്യ ഫാൻസിനൊക്കെ തിയേറ്ററിൽ പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാൻ ട്രീറ്റ് ഒക്കെ ആയിട്ടാണ് ഒരു ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ഈ സിനിമയ്ക്കകത്ത് സൂര്യയുടെ പഴയ സിനിമയിലെ റെഫറൻസും അതുപോലെ വേറെ കുറേ സ്റ്റാർസിൻ്റെ റെഫറൻസും ഒക്കെ നമുക്ക് കാണാം. ആ ഒരു സംഭവങ്ങളൊക്കെ ഈ സിനിമയിൽ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. തിയേറ്ററിലൊക്കെ നല്ല കയ്യടിയും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ കറുപ്പ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ റിവ്യൂസിനും റെക്കമെൻഡേഷനൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.